നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഈ സത്യം ഈ തലമുറയോട് വിളിച്ചു പറയുക. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്കോട് അനുഗ്രഹീതനായ മാർപ്പാപ്പയായി. മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ കാലഘട്ടം ഇത് വിശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ട സമയം. ഇന്ന് കർത്താവിന്റെ കൽപ്പനകളെ തകിടം മറിക്കാൻ നമ്മൾ ലോകരാജ്യങ്ങളിൽ കണ്ണോടിക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവ കൽപ്പനകൾക്ക് ഘടകവിരുദ്ധമായ പാപകരമായ നിയമങ്ങൾ ഇന്ന് ഓരോ രാജ്യവും പാസാക്കിക്കൊണ്ടിരിക്കുക. ഗർഭചിത്രം, ദയാവധം, സ്വവർഗ വിവാഹത്തിന് വേണ്ട നിയമങ്ങള്, സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങള്, അത്തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങള് ഇന്ന് നിയമമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ സഭയ്ക്കെതിരെ ഇന്ന് പിശാച് എന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്യാണ്. സഭയെ തകർക്കാൻ, സഭയെ തളർത്തിക്കളയാൻ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ക്ഷയിപ്പിച്ച് കളയാൻ ഇന്ന് പിശാച് തുറന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൽ ദൈവജനത്തെ സഹായിക്കുവാൻ, മുന്നമേ നിന്ന് ഈ യുദ്ധം നയിക്കുവാൻ പരിശുദ്ധ ത്രിത്വം നമുക്ക് നിയോഗിച്ചു തന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ! പരിശുദ്ധ കന്യകാമറിയം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. ചേർന്ന് പാടുകയും. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. എത്ര പേരിത് വിശ്വസിക്കുന്നു? എത്ര പേരിത് വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങയുടെ പ്രത്യാഗമനം ഒരു കെട്ടുകഥയല്ലെന്ന് മനസ്സിലാക്കി അത് വിശ്വസിക്കുവാനും ലോകത്തോട് ധീരതയോടെ പ്രഘോഷിക്കുവാനും ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, ദൈവജനത്തിന്റെ അഭിഭാഷികയെ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാ വീക്ഷിക്കുന്നവർ. ചേർന്ന് പാടുകേ. ആത്മരക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തെ ഈശോ, ഈശോ, ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് അവരാണ് അന്ത്യകാലത്തിന്റെ പ്രേക്ഷിതർ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, നുഖങ്ങൾ ഒടിയട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോ, അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശു വിളിച്ചു പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ,
ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ അഭിഷേകം ചെയ്യണമേ. Anoint us. ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റ സകനത്തീയിൽ വെന്തുരുകി പാകമായ ആ ബോധ്യത്തോടങ്ങ് പാടുകേ. ആയുധങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ ഏതാ? പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, യേശുനാമം, ദൈവത്തിന്റെ വചനം. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. യാഗമായവർ അന്ത്യകാല പ്രേക്ഷിതൻ, യേശുവിന്റെ സ്നേഹിതൻ, ലോകമോഹം വിട്ടകന്ന ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ലോകത്തെ നിസ്സംഗതയോടെ വീക്ഷിക്കുക, ലോകമോഹങ്ങളെ ചപ്പായി കാണുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ അഭിഭാഷികയെ, തിരുസഭയുടെ നാഥേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെല്ലാം നിറയപ്പെടുക. അമ്മ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. അമ്മ ഞങ്ങൾ അഭിഭാഷികയാണ്, അമ്മ ഞങ്ങളുടെ നിത്യസഹായികയാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആവേ ആവേ മരി, ഒരുമിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. അതുകൊണ്ട് സ്വരത്തിൽ പാടിക്കുക. ആവേ 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 അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ, അമലേ അമലേ ആമേൻ. കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന ഈ അഭിഷേക ദൂതുകൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സ്വന്തമാക്കാം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ പല ദിക്കുകളിലും ഓടി നടന്ന് ത്രിയേക ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെയും സഭയെയും അമ്മ സജ്ജമാക്കുകയാണ്. നമുക്ക് ഈ വരികൾ ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടെ പാടി കർത്താവിൻ്റെ വചനം കേൾക്കാനൊരുങ്ങാം. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. എല്ലാവരും ചേർന്ന് പാടിക്കേ. കർത്താവേ, ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ. തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ ഈശോ കർത്താവിൻ വരവാഗതമാ.
മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. എന്താണ് അമ്മ പറയുന്നത്? പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തി. പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങളെല്ലാം സ്വർഗത്തിന്റെ ആലോചനകളാണ്. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ സൈന്യാധിപ ഈ ഒക്ടോബർ മാസം ജപമാല പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം തിരുസഭ പ്രതിഷ്ഠിച്ച മാസമാണ്. ഷെക്കേന ടെലിവിഷനിലൂടെ സ്വർഗത്തിൻ്റെ സൈന്യാധിപ എന്നുള്ള ഈ ശുശ്രൂഷ എന്തിനാണ് ഈ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്? ഇതിൻ്റെ പുറകിലുള്ള ദൈവീക പദ്ധതി എന്താണ്? എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തു പോകാനല്ല. ഈ 10 ദിവസക്കാലം, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഈ ശുശ്രൂഷ കർത്താവ് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. ദൈവത്തിൻ്റെ ജനം ജീവിക്കുന്ന കർത്താവിൻ്റെ സൈന്യമാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സൈന്യമാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവൻ എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അവിടെ ദാവീദ് പറയുന്ന ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അപ്പൊ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സൈന്യമാണ്. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സൈന്യത്തിലെ മുന്നണി പോരാളികളാണ്. മാമോദീസ് എന്ന കുദാശ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ അംഗമായ ഓരോ ക്രൈസ്തവനും കർത്താവിൻ്റെ സൈന്യ നിരയിൽ അംഗങ്ങളാണ്. നമ്മൾ അവിടുത്തെ മുന്നണി പോരാളികളാണ്. ഈ സൈന്യത്തെ നയിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം. ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ ഈ സത്യം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അമ്മ സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ്. അമ്മ യുദ്ധം നയിച്ചു കഴിഞ്ഞാൽ വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞവരാണ്. എൻ്റെ പ്രിയേ, നീ തീർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും, കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ നീ ഭയാധേയവുമാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ. ഇത് പരിശുദ്ധ മറിയത്തെക്കുറിച്ച്, ഇത് സഭയെക്കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക് വേർഡാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ. ഈ സൈന്യത്തിന്റെ അമ്മയാണ് യുദ്ധം മുന്നമെന്ന് നയിക്കുന്നത്. ഒരു ദുഷ്ടപിശാചിനും ഒരു തിന്മയ്ക്കും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സഭയെ തകർക്കുവാനോ ദൈവജനത്തെ ഇല്ലാതാക്കാനോ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അകത്തോട്ട് ഇത് കയറണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ മറിയം
അവൾ ദൈവജനത്തിന്റെ സൈന്യാധിപയാണ്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് ചോദിച്ച ഈ ചോദ്യത്തിന് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മോടാണ്, എൻ്റെ സഹോദര സഹോദരി, നമ്മോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ലോകത്തിൽ നടമാടുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മാറ്റങ്ങൾ, ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല തലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, വളർച്ചകൾ, കോട്ടങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആണ്, കൃത്യമായിട്ട് നമുക്കറിയാം. എന്നാൽ കാലഘട്ടത്തെ വിവേചിക്കുവാൻ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയുവാൻ എന്തുകൊണ്ട് ദൈവജനത്തിന് കഴിയുന്നില്ല? ഈ ചോദ്യം കർത്താവ് ചോദിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഈ സത്യം ഈ തലമുറയോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് കർത്താവിനോട് അവർ ചോദിച്ചത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വചനങ്ങളാണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ച, കർത്താവേ, നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. വളരെ നിർണായകമായൊരു ചോദ്യമാണ് ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറയുന്ന പ്രവചനങ്ങളാണ് പിന്നീടുള്ള വചനങ്ങളിൽ കാണാൻ പറ്റുന്നത്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ അവർ വഴിതെറ്റിക്കും. പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഇതെല്ലാം ഉണ്ടാകും. എൻ്റെ നാമനിമിത്തം ലോകം നിങ്ങളെ പീഡിപ്പിക്കും. നിങ്ങളിൽ പലരെ അവർ വധിച്ചു കളയും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ ദ്വേഷിക്കപ്പെടും. അനേകർ വിശ്വാസം വിട്ടുപേക്ഷിക്കും. പാപം വർദ്ധിക്കും. അനേകരുടെ സ്നേഹം തണുത്തുപോകും. വ്യാജ ക്രിസ്തുമാരും കള്ളപ്രവാചകരും ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടും. വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കും. തെറ്റായ പ്രബോധനങ്ങൾ വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. ഇന്ന് തുടങ്ങി അനേകം കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ ചുമ്മാ ഉണ്ടാകുന്നു, ഇതിങ്ങനെ നോർമലായി ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞ് നമ്മൾ നിസ്സാരമായി ഇതിനെയൊന്നും കാണരുത്. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം ചില ദൂതുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് എന്താണ് അതിൽ കാണാൻ കഴിയുന്നത്? വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ
സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ കാലഘട്ടം ഇത് വിശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ട സമയം. പാപത്തിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വെറിക്കൂത്തുകളിൽ നിന്ന്, എല്ലാവിധ സുഖഭോഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ട നാളുകൾ, വിശുദ്ധീകരിക്കേണ്ട സമയം. വീണ്ടും മാർപ്പാപ്പ പറഞ്ഞു, ഇത് ദൈവ കരുണയുടെ സമയമാണ്. കർത്താവിന്റെ മഹാകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയം. കുടുംബങ്ങൾ ചങ്കപൊട്ടി നിലവിളിക്കണം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം, സഹോദരി സഹോദരങ്ങൾ, തിരുസഭയ്ക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി എല്ലാ ജനപദങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗജന്യ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് എത്ര പേർക്ക് ചങ്കപൊട്ടി നിലവിളിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? ഇന്ന് അനേകം ആത്മാക്കൾ നരകത്തിൽ നിബന്ധിക്കുന്നതിന് കാരണം ജഡീകമായ പാപങ്ങൾ മൂലമാണെന്ന് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് വിശുദ്ധീകരണത്തിൻ്റെയും ദൈവ കരുണയുടെയും, ഇത് അനുതാപത്തിൻ്റെയും ആത്മീയ ഒരുക്കത്തിൻ്റെയും കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, പാപം വിട്ടുപേക്ഷിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കർത്താവിനോടും സഭയോടും കൂടുതൽ കമ്മിറ്റഡ് ആകുവാൻ ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. ബോധപൂർവം ആരെല്ലാം ഇത് നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ച് കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കുത്തിന് പുറകെ പരക്കം പായുന്നു, അവർക്കെല്ലാം വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മറന്നു പോകരുത്. അതിനാണ് പരിശുദ്ധ അമ്മയെ ത്രിയേക ദൈവം നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്നത്. അമ്മയെ മുറുകെ പിടിക്കണം. അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടം പലരും ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതുപോലുള്ള മതപീഡനങ്ങൾ, വിശ്വാസ ത്യാഗം, പാപത്തിന് അതിപ്രസരം, ഇന്ന് ജഡീക പാപങ്ങള്, മ്ലേച്ഛമായ പാപങ്ങള് ഒരു പ്രളയം പോലെ ലോകം മുഴുവൻ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത്, വിശ്വാസം നഷ്ടപ്പെടുന്നത്? ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? പലരും ചോദിക്കാറുണ്ട്. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് പിശാച് അരിശം കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അരികിലേക്ക്, കുടുംബങ്ങളെ തകർക്കാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, കർത്താവിന്റെ പുരോഹിതരുടെ പൗരോഹിത്യ ശുശ്രൂഷകളെ ക്ഷയമേൽപ്പിക്കാൻ, സഭയെ തളർത്തിക്കളയാൻ, വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, സ്ത്രീകളിലൂടെ മിതത്വം നഷ്ടപ്പെടുത്തുവാൻ, ജഡീക പാപത്താൽ ഈ തലമുറയെ മലിനപ്പെടുത്തുവാൻ പിശാച് ഇറങ്ങി തിരിച്ചിരിക്കുക.
സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു മഹാനായ ലയോ 13 മാർപ്പാപ്പ. നമുക്ക് പലർക്കും ആ സംഭവം അറിയാം. ഞാനൊരു സംഭവം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് കാണുന്ന കേൾക്കുന്ന ഈ കാര്യങ്ങളൊന്നും അവിചാരിതങ്ങളല്ല. അമ്മയെ കൂട്ടുപിടിക്കണം നമ്മൾ. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് 33 വർഷങ്ങൾക്ക് മുൻപ് 1884 ഒക്ടോബർ 13 ലയോ 13 മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കെട്ടുകഥയല്ല, ഇത് സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. കൃത്യമായി അതിന് ഡോക്യുമെന്റുകളും തെളിവുകളും ഉണ്ട്. മാർപ്പാപ്പ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധരഹിതനായി തീരുന്ന ഒരു അവസ്ഥയിലൂടെ മാർപ്പാപ്പ കടന്നു പോവുകയാണ്. ഈ സമയത്ത് മാർപ്പാപ്പ ഭയാനകമായ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ 2 പേരെ മാർപ്പാപ്പ കാണുന്നത്. ഒന്ന് കർത്താവായ ഈശോയെയും 2 പിശാചിനെയും. അതിപ്രകാരമാണ്. പിശാച് സാത്താൻ കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാകും. എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാവും. ഈശോ പറയും, എത്രത്തോളം സമയവും അധികാരവും നിനക്ക് വേണം? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് സാത്താൻ പറയുകയാണ്, 100 വർഷവും എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ നൽകുന്നവരുടെ മേൽ ഒരു വലിയ അധികാരവും, എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ ആരെല്ലാം എന്നെ വരമേൽപ്പിക്കുന്നു അവരുടെ മേൽ എനിക്ക് പൂർണ്ണമായ അധികാരം തരണം. പിന്നീട് മാർപ്പാപ്പ കണ്ടത് താൽക്കാലികമായി ഈശോ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. നീ ചോദിച്ച സമയവും അധികാരവും തന്നിരിക്കുന്നു. അതിനുശേഷം ഭയാനകമായ ചില കാര്യങ്ങളാണ് മാർപ്പാപ്പ കണ്ടത്. സാത്താന്റെ അധികാരം അതിന്റെ ഉച്ചകോടിയിലെത്തുന്നു. ലോകത്തിലും സഭയിലും ധാർമ്മികവും ആത്മീയമായ മൂല്യങ്ങൾ സഭയ്ക്കകത്തും പുറത്തും നഷ്ടപ്പെട്ട വർഷങ്ങൾ. പാപകരമായ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. ലോകം തിന്മയുടെ പിടിയിൽപ്പെടുന്നു. ഒരുപാട് ദുഷ്ടതകളും മ്ലേച്ഛതകളും ലോകം മുഴുവൻ വർദ്ധിക്കുന്നു. പാപം അതിന് ഉച്ചകോടിയിലെത്തിയ അവസ്ഥ. ഈ സമയത്താണ് പിന്നീട് മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ ചെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി സഭയുടെ സംരക്ഷകനും സ്വർഗത്തിന്റെ സൈന്യാധിപനുമായ നമ്മൾ ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപം മാർപ്പാപ്പ ആത്മാവിൽ പ്രേരിതനായി ആ പ്രാർത്ഥന എഴുതുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജോൺ പോൾ 2 മാർപ്പാപ്പയും പറയുന്നുണ്ട്. ദൈവം സാത്താനെ താൽക്കാലികമായി അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും പരമമായ അധികാരം ദൈവത്തിനാണെന്നും അവിടുത്തെ കരുണ അനന്തമാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ വെളിപാട് 12 നമ്മളെ വചനത്തിൽ കണ്ടു. ചുരുങ്ങിയ സമയം അവിശേഷിക്കുന്നു മനസ്സിലാക്കിയ പിശാച് അരിശം പൂണ്ട് കുടുംബങ്ങളെ താറുമാറാക്കാൻ, ദമ്പതികളെ നശിപ്പിക്കാൻ, യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തി കളയുവാൻ, സഭയെ തളർത്തിക്കളയാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ അതിനെ ക്ഷയിപ്പിച്ച് കളയാൻ ഇന്ന് എന്തൊക്കെയാ പിശാച് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമ്മൾ മുറുകെ പിടിക്കണം. അമ്മ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്. വെളിപാട് 3:15 നമ്മൾ കാണുന്നുണ്ട്. മനോഹരമായ വാഗ്ദാനമാണ്. നീയും സ്ത്രീയും നിന്റെ സന്തതി അവളുടെ സന്തതി തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. ഈ സ്ത്രീ ആരാ? പരിശുദ്ധ കന്യകാമറിയമാണ്. ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. പിശാച് ഭയപ്പെടുന്ന ദൈവ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു, നാരകീയ കോട്ടകൾ തകർക്കപ്പെടുകയാണ്. വർഷങ്ങളായി പിശാചിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഛിന്ന ഭിന്നമാകുകയാണ്. എത്രയോ കഠിനമായ പാപികൾ പോലും മാനസാന്തരപ്പെടുന്നു.
വിശ്വാസമില്ലാത്തവരിൽ വിശ്വാസത്തിന്റെ അഗ്നി കത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഇമോഷനാക്കാൻ വേണ്ടി പറയല്ല. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക്, ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഡൊമിനിക്കിന്റെ ഒരു അനുഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഡൊമിനിക്ക് വചന ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെ സമ്മേളിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഡെലിവറൻസുകൾ സംഭവിക്കുക. ഈ സമയത്ത് ഒരു മനുഷ്യനിൽ ആവസിച്ചിരുന്ന ചില പൈശാചിക ശക്തികള് വിശുദ്ധ ഡൊമിനിക്കിനോട് ഇപ്രകാരം പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിഞ്ഞോ? അവർ ഇപ്രകാരം പറയാണ്: ഞങ്ങൾ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതിനാൽ നിങ്ങളോട് പറയുന്നു, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നശിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ! എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. തിരുസഭയിലെ മഹാനായൊരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്ക്. വിശുദ്ധനായ ഡൊമിനിക്കിന് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഡൊമിനിക്ക് സാക്ഷ്യപ്പെടുത്തിയത്? എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അതേതൊരു വ്യക്തിയായിക്കൊള്ളട്ടെ, ആ വ്യക്തി നശിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം ഷെഫാന ഗോപി എന്ന വന്യ വൈദികനെ വെളിപ്പെടുത്തി കൊടുത്തത്. സാത്താനെ ബന്ധിക്കുന്ന ചെങ്ങലയാണ് ജപമാല. സാത്താനെ ബന്ധിക്കുന്ന ചെങ്ങലയാണ് ജപമാല. വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഇതോട് ബന്ധപ്പെട്ട് തന്നെ വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാമത്തെ വചനം, നമുക്ക് പെട്ടെന്ന് വചനത്തോടെ പോകാം. 12:17. നിങ്ങൾ എല്ലാവരും ആ വചനം സ്ക്രീനിലോട്ട് നോക്കി ഉറക്കെ വായിക്കണം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഏതാണ് ഈ സർപ്പം? ഈ സർപ്പത്തിന്റെ പേരെന്താ? വ്യക്തമായി കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഈ സർപ്പം ആരാണെന്ന് വേദപുസ്തകം പറയാ. ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഏതാണ് ഈ സർപ്പം? സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. നമ്മുടെ ഹൗവ അമ്മച്ചിയെ പറ്റിച്ച, ചതിച്ചു കളഞ്ഞ ആ പഴയ പാമ്പുണ്ടല്ലോ, ഏദനിൽ വന്ന പഴയ പാമ്പ്, അവൻ തന്നെയാണിത്. പിശാച്, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും, ഇന്ന് കർത്താവിന്റെ കൽപ്പനകളെ തകിടം മറിക്കാൻ നമ്മൾ ലോകരാജ്യങ്ങളിൽ കണ്ണോടിക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവ കൽപ്പനകൾക്ക് ഘടകവിരുദ്ധമായ പാപകരമായ നിയമങ്ങൾ ഇന്ന് ഓരോ രാജ്യവും പാസാക്കിക്കൊണ്ടിരിക്കുക. ഗർഭചിത്രം, ദയാവധം, സ്വവർഗ വിവാഹത്തിന് വേണ്ട നിയമങ്ങള്, സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങള്, അത്തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങള് ഇന്ന് നിയമമായിക്കൊണ്ടിരിക്കുന്നു. എന്ന് വേണ്ട കർത്താവിന്റെ വചനത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ, കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളയുമാറ് പാപകരമായ വൃത്തികെട്ട അനേകം നിയമങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലും പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ കൽപ്പനകൾ കാക്കുന്നവർക്കും കർത്താവിന്റെ പുരോഹിതന്മാർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, അഭിയുന്ന പിതാക്കന്മാർക്കെതിരെ ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. വീണ്ടും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ
അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഓരോ ഒന്നുകൂടി പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പൊ ഇന്ന് പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ സഭയ്ക്കെതിരെ ഇന്ന് പിശാച് എന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്യാണ്. സഭയെ തകർക്കാൻ, സഭയെ തളർത്തിക്കളയാൻ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ക്ഷയിപ്പിച്ച് കളയാൻ, കർത്താവിന്റെ പുരോഹിതന്മാരുടെ തീഷ്ണത ഇല്ലാതാക്കാൻ, കർത്താവിന്റെ സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, ആത്മായ പ്രേക്ഷിതരുടെ മിഷണറി ചൈതന്യത്തെ ഇല്ലാതാക്കാൻ, യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ ഇന്ന് പിശാച് തുറന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൽ ദൈവജനത്തെ സഹായിക്കുവാൻ, മുന്നമേ നിന്ന് ഈ യുദ്ധം നയിക്കുവാൻ പരിശുദ്ധ ത്രിത്വം നമുക്ക് നിയോഗിച്ചു തന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ! പരിശുദ്ധ കന്യകാമറിയം. പറയുമ്പോൾ എന്റെ മേൽ ശക്തമായ അഭിഷേകം ഇറങ്ങുന്നു. ജീസസ്. അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന റോള് നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അതിനുശേഷം പിന്നീട് സിസ്റ്റർ ലൂസിയോട് അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തി. എന്താ അമ്മ പറഞ്ഞത്? സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയും വെളിപാടിൽ കാണുന്ന ആ ചുവന്ന സർപ്പം, അഗ്നിമയനായ സർപ്പം, നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി അത് വായിക്കണം ശക്തമായി. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഡെലിവറൻസുകൾ ഉണ്ടാകും, നമ്മുടെ മക്കളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ മാറിപ്പോകും, നമ്മുടെ തലമുറകളിൽ ദൈവത്തിന്റെ തീയിറങ്ങും, നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങളിലും ദൈവത്തിന്റെ ശക്തി പരിവർത്തിക്കുന്ന സമയം. അഭിഷേകത്തോടെ വായിച്ച ആ വചനം നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് വായിക്കാം. സൂര്യനുടയാടിയാക്കിയ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും, ഇത് നിർണായക യുദ്ധത്തിന്റെ സമയമാണെന്ന് ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു. എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം പൂർത്തീകരിക്കുവാൻ ഞാൻ തന്നെ ഇടപെടുന്ന സമയമാണിത്. എത്ര മനോഹരമായ വാക്കുകളാണ് നമ്മുടെ അമ്മയുടേത്. നമ്മുടെ അമ്മ എന്താ നമ്മോട് പറയുന്നത്? എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം അത് വെളിപ്പെടുന്ന സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം അപ്പുറത്ത് അദൃശ്യമായ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, ഒരു ആത്മീയ ലോകമുണ്ട്. ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോടൊപ്പം ഒരു നിമിഷം വലതുകരം ഉയർത്തി നമുക്ക് അമ്മയോട് ചേർന്ന് ഹൃദയം തകർന്ന് പൊട്ടി കരഞ്ഞങ്ങ് അമ്മയോട് ചേർന്ന് അങ്ങ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് കത്തട്ടെ. ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, anoint us, anoint us, anoint us. നമ്മൾ ഒരുമിച്ച് ആവേ ആവേ മരിയ ആ വരികളൊന്ന് ചേർന്ന് പാടുകേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടുകേ. ആവേ മരിയ, ആവേ മരിയ. അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപയായി ഈ യുദ്ധം മുന്നമേ നിന്ന് നമ്മെ നയിക്കണമേ. അമ്മ ഞങ്ങളെ നയിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അമ്മ എല്ലാം ഏറ്റെടുത്ത് ക്രമപ്പെടുത്തണമേ. ആവേ ആവേ അമ്മേ അമ്മേ നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട്